നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സിൻസിനാറ്റിയോട് ഇൻ്റർ മയാമി പൊട്ടിത്തകർന്നത് 3-0. കളി 87 മിനിറ്റിലൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ 3-0 അവർ പുറകിലാണ്. അപ്പോൾ മെസ്സി എവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹം ഡിഫൻഡർമാർക്കും ഫുൾ ബാക്കിനും ഒക്കെ ഇടയിൽ. എന്തുകൊണ്ടങ്ങനെ? ഒറ്റ കാരണമേ ഉള്ളൂ, കൃത്യമായ മിഡ്ഫീൽഡ് ഇൻ്റർ മയാമിക്കില്ല. ദേ ഡോണ്ട് ഹാവ് മിഡ്ഫീൽഡേഴ്സ്. അതാണ് അവസ്ഥ. അപ്പോൾ ചോദ്യം വേറെയുമുണ്ട്. കംപ്ലീറ്റ്ലി ഡെഡായിട്ടുള്ളൊരു ഗെയിം. മെസ്സിയും സുവാരസും ബുസ്കറ്റ്സും ആൽബയും ഒക്കെ 90 മിനിറ്റ് കളിക്കേണ്ടതുണ്ടോ? അതെന്തിന് എന്നുള്ള ചോദ്യം വീണ്ടും അവിടെ ഉയരുകയാണ്. സോ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഡി ബോൾ വരും, എല്ലാം ശരിയാവും. മയാമി കാത്തിരിക്കുകയാണ്. മധ്യനിരയിലേക്ക് ഒരു മികച്ച മിഡ്ഫീൽഡറെ കൊണ്ടുവരണം. അത് മെസ്സിയോടൊക്കെ നല്ല രൂപത്തിൽ ഇണങ്ങിപ്പോകുന്ന ഒരാൾ കൂടിയായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. മയാമി വളരെ പരിതാപകരമായൊരു പ്രകടനമാണ് ഇവിടെ നടത്തിയത്. യഥാർത്ഥത്തിൽ മഷ്റാനോ വളരെ വീക്കായിട്ടുള്ളൊരു കോച്ചാണ്, മയാമി ആകെ മെസ്സാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ മാസ്ക് ചെയ്തിട്ടുകൊണ്ടിരുന്നത് ലിയോ മെസ്സിയാണ്. മെസ്സിയുടെ കഴിഞ്ഞ MLS 5 കളികളിൽ ഇരട്ട ഗോളുകൾ, 10 ഗോളുകൾ വന്നപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാതെയായി, ചർച്ച ചെയ്യാതെയായി. അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മെസ്സിയാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഒരു ഷീൽഡ് പോലെ നിന്നുകൊണ്ട് തടയുന്നത്. അപ്പോൾ മധ്യനിരയിൽ ആളില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് റോഡ്രിഗോ ഡി ബോൾ വരും, എല്ലാം ശരിയാവുമെന്നുള്ള മയാമിയുടെ പുതിയ മുദ്രാവാക്യം വരുന്നത്. ഏതായാലും ഇതിനിടയ്ക്കുള്ള ചില ചോദ്യങ്ങളുണ്ട്. ശരിയാണ്, ഒരുപാട് കളിക്കാർ ഇഞ്ചോർഡാണ്. അപ്പോൾ സ്ക്വാഡ് വളരെ ഷോർട്ടാണ്. മഷ്റാനൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ ഒരുപാട് കളികൾ ക്ലിയർലി ഫാറ്റീഗ് നല്ല രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം സിൻസിനാറ്റിയുടെ താരങ്ങളുടെ ക്വാളിറ്റി കൂടി ചേർന്നപ്പോഴാണ് ഇങ്ങനെയുള്ള വലിയൊരു തോൽവി ഉണ്ടായത്. പക്ഷെ ചോദ്യം വേറെയാണ്. സെയ്ലർ, മൊറേലസ്, ലിയോ അഫോൻസോ തുടങ്ങിയിട്ടുള്ള താരങ്ങളെ എന്തുകൊണ്ടാണ് മഷ്റാനോ ഈ ഘട്ടത്തിലെങ്കിലും ഉപയോഗപ്പെടുത്താത്തത്? ആ 3 താരങ്ങളെ വെച്ചാൽ ഒരു 3 താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാമല്ലോ സ്റ്റാർട്ടേഴ്സിന്. കാരണം അത്രയധികം മത്സരങ്ങൾ നിരന്തരം കളിച്ച് അവർ ക്ഷീണിതരാണ്. പക്ഷേ അവരെ ഒന്നും ട്രൈ ചെയ്യാൻ എന്തായാലും തയ്യാറാവുന്നില്ല മഷ്റാനോ എന്ന കോച്ചിനെതിരെ. അപ്പോൾ നമുക്കറിയാം, ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ മെസ്സിയുടെ മികവിൽ കുറേ വിജയങ്ങൾ വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിതാപകരമായിട്ടുള്ള സ്ഥിതി മറന്നുപോയി. എന്നാൽ ഇപ്പോൾ വീണ്ടും അതൊക്കെ പുറത്തേക്ക് വരികയാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവുമായിട്ട് അവൻ വരുന്നുണ്ട്, റോഡ്രിഗോ ഡി ബോൾ എന്ന വിശ്വാസത്തിലാണ് മയാമി ആരാധകർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.